ഇവിടെ സൺഡേ ആയതുകൊണ്ട് കുറച്ച് സ്പെഷ്യലാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ടുള്ള ചിക്കനൊക്കെ രാവിലെ തന്നെ വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴുകി വൃത്തിയാക്കി എടുക്കുകയാണ്. ചിക്കൻ കുറച്ച് വലിയ പീസാക്കിയിട്ടാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്തു. 2 ലെഗ് പീസും കുറച്ച് വലിയ 2-3 പീസ് ഞാൻ മസാല തേച്ച് വെച്ചു കേട്ടോ. ഇതൊന്ന് വറുത്ത് ബിരിയാണി ഉണ്ടാക്കാനാണ് കേട്ടോ. അപ്പോൾ കുക്കറിലാണ് ഞാൻ ഇന്ന് പൊരിച്ച കോഴി ബിരിയാണി ഉണ്ടാക്കിയത്. എളുപ്പത്തിൽ ഉണ്ടാക്കുകയും ചെയ്യാം. അപ്പോൾ ആ കുക്കറിൽ ആദ്യം ചിക്കനൊക്കെ നല്ലപോലെ അങ്ങോട്ട് വറുത്തെടുത്തു. ഇനി അതേ എണ്ണയിലേക്ക് തന്നെ സവാള വഴറ്റാൻ വേണ്ടിയിടുക. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും പൊതിനയും മല്ലിയിലയും എല്ലാം കൂടെ അങ്ങോട്ട് അരച്ചെടുത്തിട്ടുള്ള മസാലയാണ്. അതും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം അങ്ങോട്ട് വഴറ്റിയെടുത്ത് കഴിഞ്ഞാൽ പിന്നെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ള അരി ഇട്ട് കൊടുത്തു. വറുത്തെടുത്തിട്ടുള്ള ചിക്കനും ഇട്ട് കൊടുത്തുട്ടാ. ചിക്കൻ കണ്ടാൽ പിന്നെ നമ്മളൊന്ന് വായിലിടണമല്ലോ. അപ്പോൾ ചെറിയൊരു പീസിനെ വായിലും ഇട്ടു. പാകത്തിനുള്ള വെള്ളം ഒഴിച്ച് ഇളക്കി കൊടുത്തിട്ട് ഒരു സ്പൂൺ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടേ കുക്കർ അടച്ചിട്ടോ. ഒരു 2 വിസിൽ മതി കേട്ടോ. ഇതുപോലെ സ്പൂൺ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വെള്ളം ഒന്നും തെറിച്ച് പുറത്തേക്ക് വരില്ല കേട്ടോ. 2 വിസിൽ വന്ന് വിസിൽ നല്ലപോലെ പോയ ശേഷം വേണം കേട്ടോ കുക്കർ തുറക്കാനായിട്ട്. അടിപൊളി ചിക്കൻ ബിരിയാണി കേട്ടോ. പിന്നെ വേഗത്തിലൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അപ്പോൾ ഇത്രയുള്ള ടാറ്റ ബൈ, സീ യു.